ഓപ്പറേഷൻ കഴിഞ്ഞോ സാറന്മാരെ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു പടം റിലീസായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ആ പടത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളെ കാലങ്ങളായിട്ട് കാണുന്നത് കാരണം ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. കുഞ്ഞാടുകളെ, പടം എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറയുക. ഓ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അച്ചോ. അപ്പൊ ഇന്നത്തെ സെക്കൻഡ് ഷോ ക്യാൻസൽ. അയ്യോ, മോള് കാണണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കൊള്ളില്ലേ? ഓ, അങ്ങനെ കൊള്ളായിക്കൊന്നുമില്ല അങ്ങളെ. ടിക്കറ്റ് വേണേ ഞാൻ ഒപ്പിച്ചേരാം. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങളെ, ഒരു യൂഷ്വൽ പടം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി, അത്രേ ഉള്ളൂ. ഓ, എനിക്ക് ആ ക്ലൈമാക്സ് കണ്ടപ്പോഴേ ഡയറക്ടർ തലക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയതാ. അതുവരെ കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരുന്നാണേ അവസാനം എത്തിയപ്പോ ദേ നായികനെ തട്ടിക്കൊണ്ടൊരു പോക്ക്. എല്ലാ പടത്തിന്റെ ഒടുക്കം ഒരു ഗോഡൌണിലായിരിക്കുമല്ലോ. അവിടെ വെച്ച് വല്ലാത്തൊരു ട്വിസ്റ്റും. ഏത് പടം തുടങ്ങുമ്പോഴേ നമുക്കറിയാം വില്ലൻ അവനാണെന്ന്. ലാസ്റ്റ് വരെ നല്ലവനായി നിന്ന ഒരുത്തൻ പഴയ ഹിന്ദി സ്റ്റൈലിൽ ഹ എന്ന് ചിരിച്ച് ഞാനാണ് വില്ലൻ ഒരു പറച്ചില്. ഹോ, എന്റെ ദീപികയെ, ഇനി നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോടാ. നിനക്കെന്താ ഇഷ്ടമുള്ളവരെ കാണട്ടെ. ടിക്കറ്റ് വേണേ പറഞ്ഞാ മതി. കുറ്റം പറയരുതല്ലോ അങ്ങളെ, പടം നല്ല എന്റർടൈൻമെന്റ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകന്റെ പടമല്ലേ, അതിലെന്തെങ്കിലും പ്രത്യേകത കാണുമെന്ന് പ്രതീക്ഷിച്ചു പോയാൽ നമ്മുടെ കുഴപ്പം. എക്സ്ക്യൂസ് മീ, ഒരു പുതുമുഖ സംവിധായകൻ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പറ. പടം ചെയ്യണമെന്നും പറഞ്ഞ ഒരു 10,000 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റും പിടിച്ച് നടപ്പുണ്ട്. അതിലൊരുത്തൻ കഷ്ടപ്പെട്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റും മേടിച്ചു വരുമ്പോ അതിലെന്ത് മണ്ണാങ്കട്ട പുതുമ കാണിക്കാനാ? പേടിക്കണ്ട, നിങ്ങളീ പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറെ ഞാൻ. എന്താ ക്ലൈമാക്സിന്റെ കാര്യത്തില് മാഡത്തിന് എന്റെ തലക്കെട്ട് കൊട്ടണം തോന്നുന്നുണ്ടോ? 2 കൊല്ലം പിറകെ നടന്നിട്ടാ ഡേറ്റ് ഞാൻ ഒപ്പിച്ചത്. അത് കഴിഞ്ഞ് 3-4 മാസം ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നെന്റെ പടത്തിന്റെ റിലീസാ. തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോർഡ് കണ്ട സമാധാനത്തോടു കൂടി ഒരു ചായ കുടിക്കാൻ വന്നതാ. സമ്മതിക്കത്തില്ല. സോറി, സാറിന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. സോറി മോനെ. സാധാരണ പ്രേക്ഷകരെ അവിടെ കൈയടിക്കുന്നുണ്ടിട്ടാ നമ്മളിവിടെ പോകുന്നത്. ഇവരെ പോലെ സിനിമ ഉദ്ധരിക്കാന്നും പറഞ്ഞു നടക്കുന്നവരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും നമുക്കില്ലേ? സാർ, ഞങ്ങളും സാധാരണ പ്രേക്ഷകർ തന്നെയാ. പക്ഷേ എക്സ്പെക്ട് ചെയ്ത പോലെ ഡോ, എന്റെ ആദ്യ പടം ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. സർ, ഇത് താങ്കളുടെ ആദ്യ പടമാണോ അവസാന പടമാണോ എന്ന് പ്രേക്ഷകൻ അറിയേണ്ട ഒരു കാര്യമില്ല. കണ്ടുമടുത്ത സീനുകളും കഥകളുമായിട്ട് ഒരു പുതുമുഖ സംവിധായകനും കൂടി വരുമ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ആര് പ്രേക്ഷകരായിട്ട് കാണുന്നു? രാവിലെ അപ്പന്റെ പോക്കറ്റ് മണിയുമായിട്ട് ഇറങ്ങും. എന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്ന് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയെ നാണം കെട്ട് വിമർശിക്കും. യൂസ്ലെസ് ഫെലോസ്. ലക്ഷ്യബോധമില്ലാത്ത ഇവരെ പോലെയുള്ളവരാണ് ഈ ജനറേഷന്റെ ശാപം. ഇഡിയറ്റ്സ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? വാ, പോവാം. വാ. ഭൂതം, ഭാവി, വർത്തമാനം. ദൈവം നിങ്ങളുടെ കയ്യിലിരുന്ന് എന്നോട് ചിലത് പറയും. ഞാനത് നിങ്ങളോട് തിരിച്ചു പറയും. ഒരു കൈപ്പത്തിക്കുള്ളിൽ ജീവിത രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാഡം ആ കൈയും നീട്ടു. ദൈവത്തിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. കൈനോട്ടക്കാരന്റെ വരെ സ്റ്റൈല് മാറി. ഈശ്വരാ. കണ്ടാലറിയാം, ലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. അയ്യോ, ആള് മാറി ചേട്ടാ. ഇത് ലക്ഷ്മിയല്ല, പാർവതിയാ. ഞാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞാൽ വിശ്വാസമാവോ? ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ചേട്ടൻ പോയെ. മാഡത്തെ കണ്ടാലറിയാം വിശ്വാസമുണ്ടെന്ന്. ഉണ്ടോ? എങ്കിൽ കൈയൊന്ന് നീട്ടു. കൈശാസ്ത്രം പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു. മാഡം വീട് വിട്ട് ദൂരെ താമസിക്കുന്ന ആളാണ്. പരാശ്രയം കൂടാതെയുള്ള ജീവിതം, ജോലി പോലെ വരുമാനം, ഉറ്റവരുടെ വിയോഗം കുട്ടിക്കാലത്ത്. വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അച്ഛനോ അമ്മയോ ആകാം. അമ്മ. കിട്ടുണ്ണിയേട്ടാ, കാമധേനു ലോട്ടറി റിസൾട്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണോ? വളരെ വളരെ ശരിയാ. ചേട്ടൻ നോക്ക്, നോക്ക്. കൊള്ളാലോ. കറക്റ്റാ. കൈ കാണിച്ചു കൊടുക്കണ മര്യാദയ്ക്ക്. അത് കൊള്ളാം. ഈ ഭൂതം പറഞ്ഞിട്ടാണോ എനിക്ക് എന്റെ ഭാവി പിന്നെ വലിയ സിനിമ ഡയലോഗ് ഒന്നും അടിക്കേണ്ട നീ. ഇയാള് പറയുന്ന എല്ലാം കറക്റ്റാ. അല്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനാന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം?
ഈ കൈവച്ച് ഫേമസ് ആവുന്ന ഇയാള് പറയുന്നത്. അയ്യോ വലിയ കാര്യമായിപ്പോയി. നിന്നെ കണ്ട ഏത് പട്ടിക്കുഞ്ഞിനും അറിയാം പേനി ഒലിപ്പിച്ച് നടക്കുന്നവനാണ്. ഒലിപ്പിച്ച് നടക്കുന്നത്. ഐ ലൈക്ക് ദാറ്റ്. ദേ പണിക്കരെ, കൈ പിടിക്കണേ അവന്റെ. അത്ര അഹങ്കാരോ? ദൈവിക ചൈതന്യമുണ്ട് താങ്കളിൽ, പക്ഷേ അത് ചന്ദ്രനെ മറയ്ക്കുന്ന കറുത്ത മേഘങ്ങളെ പോലെ മൂടപ്പെട്ടിരിക്കുന്നു. എവിടെ പോയി ഒളിച്ചിരുന്നാലും ഒരു നാൾ നിങ്ങൾ വെളിയിൽ വരും. ഒരു സത്യം പറയട്ടെ, താങ്കൾ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ മുഴുവൻ ഫേമസ് ആകും, വലിയ ആളാകും. ബഹുമാനം കൊണ്ട് ആളുകൾ നിങ്ങളെ മൂടും. വേണ്ട, ഇതെന്റെ തൊഴിലല്ല. മണി ഈസ് ദ ലീഡർ ഓഫ് ഓൾ ഡെവിൾ. എംപയേഴ്സ് ആർ ബിൽഡ് ഓൺ ഡ്രീംസ്. ഫോളോ ഇറ്റ്. As above, so below. As below. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഏതെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും ഇൻഷുറൻസ് വിട്ട് കിടക്കുന്ന ഞാന്. കൈവച്ച് ഫേമസ് ആവുന്ന. നമുക്കൊരു സിനിമ പിടിച്ചാലോ? സീരിയസ്, നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്ന്. ഇവന്റെ കാര്യം. ദാ പണിക്കരെ, ലോകത്ത് പണികൾ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. പറ്റുന്ന പണി, പറ്റാത്ത പണി. സാധാരണ പണിക്കുമാരെല്ലാം പറ്റുന്ന പണികളാണല്ലോ ചെയ്യാറ്. ഇത് ഈ പണിക്കർക്ക് എന്ത് പറ്റും? വാ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തുള്ളിച്ചാടുന്ന വിചാരിച്ച കുറെ നാളെ മനസ്സിലിട്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസം റീനയുടെ ആ പറച്ചിലിന് അത് സ്ട്രോങ് ആയത്. അവളെന്താ പറഞ്ഞ? അവൾ വുഡ്ബിക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടിരുന്ന ഒരു പണിയില്ലാത്ത 4 പേരെന്ന്. തമാശയാണെങ്കിൽ അതിലൊരു പരിഹാസം ഉണ്ടായിരുന്നു. പിന്നെ ആ ഭ്രാന്തൻ ഡയറക്ടർ നമ്മളെ കളിയാക്കിയപ്പോൾ ഞാനങ്ങ് ഉറപ്പിച്ചു. അയാൾ അത്രയും പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പറയാൻ വോയിസ് ഇല്ലാതെ പോയ എന്താ? ഒരു കണക്കിന് റീനെ ആ ഡയറക്ടറും പറഞ്ഞു ശരിയാ. ചുമ്മാ വരുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു, പടം കാണുന്നു, കുറെ തിന്നുന്നു. അയാൾ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ലൈഫ്. നോൺസെൻസ്. എടാ, നമുക്കൊരു ഇത്തിരി പ്രൊഡക്റ്റീവായ എന്താ തെറ്റ്? അതാ ഞാൻ പറഞ്ഞത്, നമുക്കും ഒരു സിനിമ പിടിക്കാം. പിന്നെ ഇതൊക്കെ നടക്കാൻ പോകുന്ന കേസാണോ? പക്ഷേ ആ കൈനോട്ടക്കാരൻ പറഞ്ഞത് കൂടി കൂട്ടി നോക്കുമ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്താ ശുക്രനായിരിക്കും. വക്രനായിരിക്കും. ഒന്ന് പോടി അവിടുന്ന്. ഇവൻ ചുമ്മാ പൊട്ടത്തരം പറയുമ്പോ ആ ഡയറക്ടർ പറഞ്ഞതും കേട്ട് വാശിപ്പുറത്ത് നമ്മൾ പടം പിടിക്കാൻ ഇറങ്ങിയാലേ പിണ്ടിയിടും, പിണ്ടി. എടാ, അത് മാത്രം പറയരുത്. നമ്മളെ പോലെ ഒരു കാലത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ കറങ്ങി തിരിഞ്ഞ് സിനിമ സ്വപ്നം കണ്ടിരുന്ന ആൾക്കാരായി പ്രിയദർശനും മോഹൻലാലും ഒക്കെ. ആഹാ മാപ്പിളേ, അന്ത അളവുക്ക് പോച്ചാ. അതുപോലെ സ്വപ്നമായിട്ട് എത്ര പേര് ഇറങ്ങി നടക്കുന്നു. അതിലൊരു പ്രിയനും ലാലൊക്കെയല്ലേ രക്ഷപ്പെട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല എന്നാണോ? ശരിയാ, അടുത്തത് നമ്മളാ. അപ്പൊ നാളെ മുതൽ ലൊക്കേഷൻ ചേഞ്ച്. പഞ്ചാബി അങ്കിളുടെ ഫുഡ് കോർട്ടിനോട് വിടാ, പകരം ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഷിഫ്റ്റ്. നമ്മൾ ഇതുവരെ കണ്ടവന്റെ പടം വിമർശിച്ചിട്ട് അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു കഥയുണ്ടാക്കിയെങ്കിലും ചെയ്തൂടെ? എനിക്ക് ഉറപ്പാ ഇവൻ അസലായിട്ട് എഴുതും. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ല നിന്റെ കഥകൾക്കൊക്കെ ഭയങ്കര ലൈഫ് ഉണ്ടെന്ന്. എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടടാ. ഇവൻ എഴുതും, ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഇവള് മ്യൂസിക് ചെയ്യും. പോളെ, നീ നായകനാവും. എന്നിട്ട് നമ്മൾ മാത്രം ഇരുന്നത് കാണുകയും ചെയ്യും. പോടാ പണിക്കരെ, യു ഗ്രേറ്റ്. സത്യം, എനിക്കങ്ങ് ബോധിച്ചു. പണ്ടം കണ്ടോ സ്കൂളിൽ നാടകത്തിന് ബെസ്റ്റ് ആക്ടർ പ്രൈസ് മേടിച്ചെന്ന് വെച്ച് അതും കൊണ്ട് സിനിമയിൽ ചെന്ന എന്റെ ഈ മുഖം നാട്ടുകാർ കണ്ടിരിക്കില്ല പണിക്കരെ. സൗന്ദര്യല്ലടാ അഭിനയത്തിന്റെ ബേസ്. കറക്റ്റ്. പോളച്ച, നിന്നിലൊരു നല്ല നടനുണ്ട്. ബാങ്കിൽ പോയി നീ അത് തൊലയ്ക്കരുത്. കറക്റ്റ്. ആസ് എ ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നു, നിനക്കൊരു ലുക്കുണ്ട്. ഒരു കൂതറ ലുക്ക്. കക്കൂസി പോകാൻ മറന്നോ? നട കഴിഞ്ഞ് നടന്നത് അവൻ അറിഞ്ഞില്ല. ദർശന സുഖം. അയ്യോടാ, അവള് മുങ്ങി. പോളെ, യഥാർത്ഥ നിന്നെ നീ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ബാക്കിയെല്ലാം മറന്നു. ഇതാ ഞാൻ പറഞ്ഞത്,
ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇന്ത്യ മൊത്തം ഫേമസ് ആയിട്ടില്ല, പക്ഷെ നിന്നിലെ നടൻ നിന്നെ ലോകം മുഴുവൻ ഫേമസ് ആക്കും. ഒരു ഡയറക്ടറാടാ പറയുന്നത്. നാട്ടിൽ കണ്ടവന്മാരുടെയൊക്കെ ലോൺ നിനക്ക് ശരിയാക്കാം. എന്നിട്ടും അമ്മച്ചിയുടെ ആങ്ങളുടെ മാത്രം പറ്റില്ല അല്ലേടാ? കൊച്ചപ്പനെ എനിക്ക് മാത്രം വിശ്വാസമായ പോരല്ലോ, ബാങ്കിനും കൂടെ ആവണ്ടേ. ഒരു അഡ്രസ് പ്രൂഫ് ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കൊച്ചപ്പന്റെ അഡ്രസ് നിനക്ക് അറിയാൻ പാടില്ലേ? അയ്യോ അമ്മച്ചി, അഡ്രസ് അല്ല, പ്രൂഫ് വേണം, പ്രൂഫ്. ഞാനല്ല, ബാങ്കാണ് ലോൺ കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താന്ന് വെച്ചാ നീ നോക്കി കണ്ടു അങ്ങ് ചെയ്. മതിയുടെ കണ്ണാടി നോക്കിയത് സിനിമ നടനാ വിചാരം. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മോനെ ദിനേശ, എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി തോട്ടികേറ്റി കളിക്കല്ലേ, ചവിട്ടി താത്തു നിന്ന ഞാൻ പാതാളത്തിലേക്ക്. സേതു, കത്തി കായടാ മോനെ, നിന്റെ അച്ഛനാടാ പറയുന്നേ. നീ ഇങ്ങനെ ദേഷ്യം തീർക്കണ്ട. ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കണ്ട. പണിക്കരെ, എന്താ പണിക്കരെ അന്തം വിട്ട് നോക്കുന്നത്? തന്റെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനമെടുത്ത ദിവസമല്ലേ, തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാടോ. പക്ഷേ വാശിപ്പുറത്തെടുക്കാനുള്ളതല്ല സിനിമ. അറിയാം സാർ, തീരുമാനം വാശിപ്പുറത്താണെങ്കിലും സിനിമ ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ ആഗ്രഹം. അറിയാടോ, അതുകൊണ്ടല്ലേ തനിക്കൊരു ബെസ്റ്റ് വിഷസ് പറയാൻ ഞങ്ങൾ നേരിട്ട് വന്നത്. പടം എടുത്താൽ പോരാ, വിജയിപ്പിച്ചും കാണിക്കണം. ഇനി പണിക്കരുടെ കാലമാണെന്ന് കേരളം പറയണം. താൻ ഭാഗ്യവാനാ. ഒരു പറ്റം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൂടെയില്ലേ. കൂട്ടായ്മ എപ്പോഴും നല്ലതാ. അതൊരു ധൈര്യ. വിടാതെ പിടിച്ചോ കൂട്ടുകാരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പോയോ? ശരി, വന്നല്ലോ, അനുഗ്രഹിച്ചല്ലോ, അത് മതി.